നമ്മളെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫിന് വേണ്ടിയാണ്. നാം ടീച്ചിങ് നടത്തുന്നത് ഒരു ലൈഫിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ലൈഫ് നമുക്കുണ്ടാകണം. കളർഫുൾ ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള, ലവബിളായ ഒരു ലൈഫ്, സ്നേഹം നിറഞ്ഞ ഒരു ലൈഫ് നമുക്കുണ്ടാകണം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ്ങിൽ ഒരു തരം സെക്കൻഡ് എന്താ പറയുക, നമ്പർ 2 ഗ്രേഡ് വരും. രണ്ടാമത്തത് നമ്മുടെ റിയൽ ലൈഫിന് ഒരുപാട് ഡാമേജ് വരും. ഞാൻ ഒരു 80ഓളം ടീച്ചേഴ്സ് പങ്കെടുക്കുന്ന ഒരു സ്കൂളിൽ 5 ദിവസത്തെ സെഷൻ ചെയ്തു. അതിൽ 2ാമത്തെയോ 3ാമത്തെയോ സെഷൻ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു ടീച്ചർ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. ആ ടീച്ചറുടെ സംസാരത്തിൽ രത്നച്ചുരുക്കം എങ്ങനെയാണ്, സാറ് പറയുമ്പോൾ ഇങ്ങനെ പേഴ്സണൽ ലൈഫ് ഇത്ര കളർഫുൾ ആയിട്ടൊക്കെ നടക്കുമോ, വെറുതെ ഇങ്ങനെ പറയല. ഇതാണ് ആ ടീച്ചറുടെ സംസാരത്തിന്റെ ഒരു ആകത്തുക. ആ ടീച്ചർ പിന്നീട് എൻ്റെ ഹാപ്പി സോണിലെ എൻ്റെ ഒരു ട്രെയിനർ അടുക്കിലേക്ക് വന്നു. അങ്ങനെ കുട്ടിയുടെ പ്രശ്നം പറഞ്ഞു. കുട്ടിയുടെ പ്രശ്നം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ട്രെയിനർ അദ്ദേഹത്തോട് ചോദിച്ചു, മാഡത്തിന് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ലൈഫൊക്കെ ക്ലിയർ ആണ് എന്ന് പറഞ്ഞു. ലൈഫ് ക്ലിയർ ആണെന്ന് പറയേണ്ട താമസം കൂടെ വന്ന മാതാവ് പറഞ്ഞു, എന്തിനാ വെറുതെ കളവ് പറയുന്നത്, ലൈഫ് മൊത്തം പ്രശ്നമല്ലേ. അപ്പോൾ ഇയാളും ഉണ്ടാതെ രണ്ടുപേരെയും മുഖത്ത് നോക്കി. ഈ ടീച്ചർ പറയാൻ നിർബന്ധിതയെ പറയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കരഞ്ഞു, ഒരുപാട് പറഞ്ഞു. അങ്ങനെ അവർ ക്ലിയർ ആകുന്നൊരു ഘട്ടം വന്നപ്പോൾ പിന്നെ കുട്ടിയെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. കുട്ടിക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത്, നമ്മളെ പേഴ്സണൽ ലൈഫിൽ ലൈഫ് ക്ലിയർ ആവുക എന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ലൈഫ് എപ്പോഴും ജോയ്ഫുൾ ആവുക, ലൈഫ് എപ്പോഴും ലവബിൾ ആവുക, സ്നേഹം നിറഞ്ഞതാവുക, നമുക്ക് നമ്മുടെ ലൈഫിനോട് ഇഷ്ടം തോന്നുന്നതാവുക എന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക, അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുക. ഇവിടെ ഒരു വിഷയം, ഇതൊരു ഉപദേശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം. ഉപദേശിക്കുകയല്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് നമുക്ക് നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, ഭർത്താവ്, ഭാര്യ തുടങ്ങി മറ്റൊരാളുടെ ആവശ്യം ഉണ്ടാകരുത് നമ്മുടെ സന്തോഷത്തിന്. നമ്മുടെ സന്തോഷമുള്ള ലൈഫ് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ് വേണമെങ്കിൽ, എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ മക്കൾ നേരെയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ ഭാര്യ മാറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സുരക്ഷിതമല്ല. ഒരാൾക്ക് സന്തോഷിക്കാൻ അയാൾ മാത്രം മതി. പക്ഷെ സ്വീകരിക്കേണ്ടത് ലൈഫിൽ നാം അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ചെയ്യാവൂ. ഓൺലി അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് അഡ്ജസ്റ്റ് എനിത്തിങ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒന്നിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാറ്റി നിർത്തുക, അണ്ടർസ്റ്റാൻഡ് മാത്രം. ഫോർ എക്സാമ്പിൾ, എനിക്ക് കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമാണ്, സങ്കല്പമാണ്, എനിക്കിഷ്ടമില്ല. ഞാനൊരു സാങ്കല്പികമായി പറയാണ്. എനിക്ക് കട്ടൻ ചായ കിട്ടണം, അത് രാവിലെ എഴുന്നേറ്റ ഉടനെ. ഞാൻ രാവിലെ എഴുന്നേൽക്കുക, രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് ഒരു 5 മണിക്കാണ്. ഞാൻ എഴുന്നേൽക്കുക 4:30 മണിക്കാണ്. എഴുന്നേറ്റ ഉടനെ ഒരു കട്ടൻ കുടിക്കണം. ഈ കട്ടൻ എനിക്കുണ്ടാക്കാൻ മടിയുമാണ്, കാരണം അതൊരു പണിയാണ്. അപ്പോൾ അധികം ഇങ്ങനെ മെനക്കെടാൻ വയ്യ. അതുകൊണ്ട് കട്ടൻ ചായ മറ്റൊരാൾ ഉണ്ടാക്കി തന്നാൽ ഉഷാറാണ്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഭാര്യ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരണം. ഭാര്യ അത് ഉണ്ടാക്കി തരാതിരിക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്നു. ഇവിടെ ഞാൻ അണ്ടർസ്റ്റാൻഡിലേക്ക് പോകുന്ന രൂപമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപമുണ്ട്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രൂപം, എൻ്റെ ഭാര്യക്ക് ആ സമയം കൂടി ഒന്ന് ഉറങ്ങാൻ സമയം കിട്ടിയാൽ സന്തോഷമാണെങ്കിൽ അതാണ് എനിക്കും സന്തോഷം. എൻ്റെ ഭാര്യക്ക് ആ സമയം ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ധന്യനാണ്. അതുകൊണ്ട് അവൾ ഉറങ്ങട്ടെ, ഞാൻ ഹാപ്പി. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപം, രാവിലെ എഴുന്നേൽക്കുന്ന തുടക്കം തന്നെ കലഹിക്കണ്ട, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാൻ എങ്ങനെയോ പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ചു വന്നു. ഒരു 5:30 മണിയായി, 5:45,
6 മണിയാകുമ്പോൾ സൂര്യോദയം നടന്നാൽ സുബഹി നിസ്കാരത്തിന്റെ സമയം കടക്കും. സമയം നടന്നാൽ അതിന് ഖളാ ആവുക എന്നാ പറയാ, അഥവാ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ 5:45 ഞാൻ വന്നു, ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ വാതിലിൽ 4 മുട്ട് ഉറക്കെ. എൻ്റെ അപ്പുറത്തെ വീട്ടുകാർ കേൾക്കുന്നു, എന്താണ് എവിടെ ഒരു ബഹളം. അവർ വന്നു നോക്കുന്നു, എന്തു പറ്റി. സത്യത്തിൽ എൻ്റെ ഭാര്യ അവർ സുബഹി നിസ്കരിച്ചതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് ബാത്റൂമിൽ പോയതാണ്. പക്ഷെ ഞാൻ കരുതി അവർ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്താലുള്ള രൂപമാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ലൈഫിൽ ഏത് വേണം എന്നത് നമ്മുടെ സെലക്ഷനാണ്, നമ്മുടെ ഡിസിഷനാണ്, നമ്മുടെ തീരുമാനമാണ് ലൈഫിൽ ഏത് വരണം. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നമ്മുടെ പ്രൊഫഷനെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക. അതിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോയാൽ എന്നും വിഷമിച്ച് ജീവിക്കാം, എന്നും ദുഃഖിച്ച് ജീവിക്കാം, എന്നും സങ്കടപ്പെട്ട് ജീവിക്കാം. അതല്ല, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കാം, എന്നും സമാധാനത്തോടെ ജീവിക്കാം. സമാധാനത്തോടെ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാം, സന്തോഷത്തോടെ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാം. ജീവിതത്തിൽ ദുഃഖത്തോടെ ജീവിക്കുന്നത് അതൊരു അനർത്ഥമാണ്. നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. ഞാനിപ്പോൾ ഒരു മോഡൽ പറഞ്ഞില്ലേ, ദുഃഖം എന്നത് നമ്മുടെ സങ്കല്പം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ബിലീഫ്സ് ആണ്. ഈ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ബിലീഫാണ്. ഞാൻ ഭാര്യ ഉറങ്ങിക്കിടക്കുകയാണ് എന്നുള്ള ബിലീഫാണ് എന്നെ സങ്കടപ്പെടുത്തിയത്. അതേസമയത്ത് ആ ബിലീഫിൽ അവരങ്ങനെ ആയാൽ കുഴപ്പമില്ല എന്നുള്ള ബിലീഫാണെങ്കിൽ പിന്നെ ദേഷ്യം പൊടേണ്ട കാര്യമില്ല. പിന്നെ അവിടെ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കുന്നതാണ് അതിന്റെ ഭംഗി. എന്നാലും ഞാൻ തൽക്കാലം പറഞ്ഞു പോകാം. തിരുത്താനുള്ള ഇടങ്ങളിൽ തിരുത്തണ്ട എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. തിരുത്തേണ്ടത് എപ്പോഴും ട്രാൻസാക്ഷണൽ ഏരിയ ക്ലിയർ ആകുമ്പോഴാണ്. ഞാൻ എൻ്റെ വൈഫിനെ തിരുത്തണം എപ്പോ? ഞങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ക്രിസ്റ്റൽ ക്ലിയർ ആകുന്ന സമയത്താണ് തിരുത്തേണ്ടത്. അതെപ്പോഴാ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ കട്ടനവും കടിയും ഒക്കെ കുടിച്ച് ഒരുമിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു, ഞാൻ കേൾക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു, അവർ കേൾക്കുന്നു. ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നു, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, നീ കേൾക്കാൻ റെഡിയാണോ? ആ പറയൂ. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എനിക്കൊരു കട്ടൻ കുടിക്കാൻ ഇഷ്ടമാണ്. അത് നിന്റെ കൈ കൊണ്ടായാൽ കൂടുതൽ ഇഷ്ടമായി, വളരെ സന്തോഷമായി. ഇത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. ഇതാണ് ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഇനി കാര്യം നടന്നാലും ഇല്ലെങ്കിലും ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ലൈഫിൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാം. അത് നമ്മുടെ ഡിസിഷനാണ്, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മറ്റൊരാൾക്ക് കൊടുക്കരുത്. നമ്മുടെ ലൈഫ് കളറാക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കരുത്. നമ്മുടെ ലൈഫ് നമ്മുടേതാണ്. നമ്മുടെ ലൈഫ് നമ്മുടേതാണ്. അത് കളറാക്കുന്നത് നമ്മൾ തന്നെയാണ്. അത് മറ്റുള്ളവർ കൂടിയാൽ ഓക്കെ, ഹാപ്പി. മറ്റുള്ളവരില്ലെങ്കിൽ അപ്പോഴും ഹാപ്പി. നാം മുന്നോട്ട്. നമുക്കൊരിക്കലും സങ്കടപ്പെട്ടിരിക്കാൻ ഉള്ളതല്ല നമ്മുടെ ലൈഫ്. പ്രത്യേകിച്ച് പ്രൊഫഷൻ എണ്ണുകയാണെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് പ്രൊഫഷൻ ഏതാ? ടീച്ചർ. ഡോക്ടർ എന്നതിനേക്കാൾ, എഞ്ചിനീയർ എന്നതിനേക്കാൾ, വക്കീൽ എന്നതിനേക്കാൾ, അക്കൗണ്ടന്റ് എന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രൊഫഷൻ ടീച്ചറാണ്. ടീച്ചിങ് വളരെ വലുതാണ്. ഈ പ്രൊഫഷനെ കുറിച്ച് നാം അവെയർ ആയാൽ നാം എന്നും ധന്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരാളോട് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ, പ്രയാസം ആരുടെ മനസ്സിലാ തോന്നുക? നമ്മുടെ മനസ്സിലല്ലേ. അപ്പൊ ആരുടെ മനസ്സാ ചീത്തയാകുന്നത്? നമ്മുടേത്. എന്തിനാ വെറുതെ? ലൈഫിൽ ഒരാളെക്കുറിച്ചും
ഒരു നെഗറ്റീവ് കൊണ്ട് നടക്കുന്നത് തൽക്കാലം നിവൃത്തികേട് കൊണ്ട് ഞാൻ പറയുന്നു മണ്ടത്തരമാണ്. അതായത് ലൈഫിൽ ആരെ കുറിച്ചുള്ളൊരു നെഗറ്റീവ് കൊണ്ട് നടക്കുന്നത് അതൊരു അർത്ഥശൂന്യമാണ്. നമ്മൾ ഒരു കുറ്റം ഒരാളെ പറ്റി കാണുന്നു, ശരിക്ക് കാണുന്നു, ഒരു കുറ്റം, ഒരു മോശം ഒരാൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. അത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ മക്കളാണെങ്കിൽ തിരുത്താം, നമ്മളെ സ്റ്റുഡൻസ് ആണെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണെങ്കിൽ തിരുത്താം. പക്ഷേ നമ്മൾ അദ്ദേഹം മോശമാണ് എന്നും അദ്ദേഹം ഇത്തരം ഒരു നെഗറ്റീവുള്ള ആളാണെന്ന് ചിന്തിക്കുകയോ പറയുകയോ മനസ്സിൽ കൊണ്ടു നടക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏത് മോശവും ആർക്കും തിരുത്താം, തിരുത്തിയാൽ കഴിയുന്നതേ ഉള്ളൂ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് തിന്മയും അയാൾ മനസ്സിൽ നിന്ന് വെടിഞ്ഞാൽ അയാൾ ശുദ്ധനാണ്. ഇസ്ലാമിക് കോൺസെപ്റ്റ് എന്താ അറിയോ? ഒരാൾക്ക് ഒരു തിന്മ സംഭവിച്ചാൽ അദ്ദേഹം ആ തിന്മയിൽ നിന്ന് പശ്ചാത്തപിച്ചാൽ, അത് ഖുർആന്റെ പ്രയോഗം എങ്ങനെയാണ്? യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അയാളുടെ തിന്മകൾ കൂടി അള്ളാഹു നന്മയാക്കി പകരമാക്കി കൊടുക്കും. അതിന് പകരം അതും കൂടി നന്മയാക്കി കൊടുക്കുമെന്നാണ് ഖുർആനിന്റെ ആശയം. അങ്ങനെയാണ് ശരിക്കും. അപ്പൊ പിന്നെ എന്തിനാ ഒരാളുടെ പിന്നാലെ കൂടേണ്ട കാര്യം എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, നമ്മുടെ മനസ്സിൽ ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും, സ്റ്റുഡൻസ്, നമ്മുടെ തന്നെ കൊളീജിയേഴ്സ്, നമ്മുടെ തന്നെ നാട്ടുകാർ, അല്ലാത്ത ലീഡേഴ്സ്, സോഷ്യൽ ലീഡേഴ്സ്, MLA-മാര്, മന്ത്രിമാര്, അങ്ങനെ തുടങ്ങി എനിവൺ, ആരെ കുറിച്ചാണെങ്കിലും നമ്മുടെ മനസ്സ് ഫ്രീ ആയിരിക്കണം. നമ്മുടെ ലൈഫ് നമ്മുടേത്, നമ്മുടെ മനസ്സ് നമ്മുടേത്. ആ മനസ്സിൽ ഒരിക്കലും ഒരു നെഗറ്റീവ്സും കൊണ്ട് നടക്കുന്നത് ഒരു പ്രൊഫഷണലായ ഒരാളുടെ ലൈഫിൽ അത് ആപ്റ്റല്ല, അനുയോജ്യമല്ല. ഇപ്പോൾ ഫ്രീ മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് ലൈഫിൽ ക്ലിയർ ആയി ജീവിക്കുക. ഇതാണ് ലൈഫിലെ ഒരു പ്രൊഫഷണലായി ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും ടോപ്പ്. നമ്മൾ തന്നെ കുട്ടികളിൽ ഒരാളുടെ ഒരു നെഗറ്റീവ് കാണുമ്പോഴും ആ നെഗറ്റീവ് കൊണ്ട് നടക്കുന്നതിന് പകരം ആ നെഗറ്റീവ് തിരുത്തണം. നെഗറ്റീവ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. നമ്മളെ കുട്ടികളിൽ ഒരു നെഗറ്റീവ് കാണുമ്പോൾ നെഗറ്റീവ് കോംപ്രമൈസ് ചെയ്യുക, അത് തെറ്റാണ്, അത് ക്രൂരതയാണ്. കുട്ടികളിലെ നെഗറ്റീവ് കാണുമ്പോൾ ആ നെഗറ്റീവ് തിരുത്തണം. പക്ഷെ തിരുത്തുന്നത് എങ്ങനെയാ? കുട്ടി ചീത്തയാണെന്ന മെന്റാലിറ്റി അല്ല. ഇസ്ലാമിക് കോൺസെപ്റ്റിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അറിയാം? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എനി ചൈൽഡ്, ഏതൊരു കുട്ടിയും പ്രസവിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. പിന്നെ ആ കുട്ടിയിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ ഫ്രം അറൗണ്ട് അസ്, അത് അവരുടെ ചുറ്റിലുള്ളവരിൽ നിന്നുള്ളതാണ്. മാതാപിതാക്കൾ, അവരുടെ മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ. മുതിർന്നവരിൽ നിന്നാണ് ആ കുട്ടികളിലെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കുട്ടിയെ ദുഷിക്കണം. ഈ മെന്റാലിറ്റിയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം, എവിടെയും ഫ്രീ, വിഷമമില്ലാതെ ജീവിക്കാം. ഇനി ഒന്നും കൂടി പറയട്ടെ, ഒരു പ്രൊഫഷണലായി ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും നല്ല മെന്റാലിറ്റി ഫോർഗിവ്നെസ്. എന്താ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ? പുറത്തു കൊടുക്കുക, എല്ലാവർക്കും എല്ലാം വിട്ടുകൊടുക്കുക, ഒഴിവാക്കി കൊടുക്കുക. ഇപ്പൊ എന്നെ ഒരാൾ ചീത്ത വിളിക്കുന്നു, ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ബെറ്റർ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടത്തി. കഴിഞ്ഞ ദിവസമല്ല, കുറച്ചായി. ഒരു വലിയ ഉന്നതരായ ടീച്ചേഴ്സ്, വളരെ നല്ല പാണ്ഡിത്യമുള്ള, നല്ല ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള പ്രഗത്ഭരായ ടീച്ചേഴ്സ്. ആ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ലീഡ് ചെയ്യുന്നു. എൻ്റെ കൂടെ ഇരിക്കുന്നത് വലിയ പ്രായമുള്ള വലിയൊരു പണ്ഡിതൻ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 2-3 മണിക്കൂർ ഉണ്ടാകും. അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഇടപെടുന്നു, അങ്ങനെ പോകുന്നു. ഞാൻ ആ പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാളുടെ കമന്റ്, ടീച്ചേഴ്സിനെ, ഗുരുനാഥന്മാരെ ആക്ഷേപിക്കുകയും വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പരിപാടി നല്ലതാണോ?
ഞാനിങ്ങനെ കുറേ സമയം ആലോചിച്ചു. അതിലെ ഒരു പാർട്ടിൽ പോലും ലോകത്തെ ഏതെങ്കിലും ഒരു ടീച്ചറെ ഇൻസൾട്ട് ചെയ്യുന്നതോ നെഗറ്റീവ് ആക്കുന്നതോ അതിലില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ആ സെഷനിൽ ഇരുന്നതെല്ലാം പ്രഗത്ഭരാണ്, പ്രശസ്തരാണ്. പ്രഗത്ഭരെന്ന് പറഞ്ഞാൽ ഒരു 20-30 ഒക്കെ വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. 20 അല്ല, 20ന്റെ മേലെന്തായാലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അത്രയും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള അവരുടെ സപ്പോർട്ടോടു കൂടി നടന്നൊരു സെഷൻ. അതിലൊരു വേർഡ് പോലും സത്യത്തിൽ ഒരു ടീച്ചറെ ഇൻസൾട്ട് ചെയ്യുന്നതില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. അദ്ദേഹം എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ തേടി പിടിച്ച് അയാളോട് ഇത് പറഞ്ഞു. ആദ്യം കമന്റ് ചെയ്തു, അങ്ങനെ രണ്ടാമത് ഇയാളോട് പറഞ്ഞു, മൂന്നാമത് വേറെ ഏതോ ഒരാളോടും കൂടെ പറഞ്ഞു. അവർ എന്നോട് ഇത് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നേരത്തെയുള്ള സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഞാൻ സങ്കടപ്പെടേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. സങ്കടപ്പെടുകയാണെങ്കിൽ അതൊരു നഷ്ടമാണ്. പകരം ഞാൻ ആ ഒരു മൊമെന്റിനെ എൻ്റെ ധന്യതയായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ വിമർശനം അഥവാ എന്നിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഫർമേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യണം, പെയിൻ റിമൂവ് ചെയ്യണം. മനസ്സിൽ പെയിൻ ഉണ്ടാകാൻ പാടില്ല. അയാൾ ഒരു സംഗതി, ഒരു കുറ്റപ്പെടുത്തൽ, ഒരു ബ്ലെയിമിങ് ചെയ്താൽ ആ ബ്ലെയിമിങ്ങിന്റെ പേരിൽ എനിക്ക് നെഗറ്റീവ് ഉണ്ടോ? ഞാൻ ചെയ്ത സുഹൃതം വികൃതമാവുമോ? ഇല്ലല്ലോ. ഞാൻ ചെയ്ത നന്മ തിന്മയാവില്ലല്ലോ? ഇല്ല. പിന്നെ ഞാൻ സങ്കടപ്പെടണോ? വേണോ? വേണ്ട. നമ്മൾ ഫാമിലി ലൈഫിലൊക്കെ ആയിട്ട് പലപ്പോഴും ചിലപ്പോൾ നാം ചെയ്ത നന്മയുടെ പേരിൽ പോലും നമ്മൾ ആക്ഷേപിക്കപ്പെട്ടേക്കാം. നാം ഒരുപാട് നന്മ ചെയ്യുമ്പോഴും അതിലെല്ലാം കുറ്റം കണ്ടെത്തിയേക്കാം. അങ്ങനെ കുറ്റം കണ്ടെത്തുന്ന സമയത്ത് നാം സങ്കടപ്പെട്ടിരിക്കണോ? ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുന്നതിന് പറയുന്നതാണ് ഫോർഗിവ്നെസ് മോഡ് എന്ന് പറയുന്നത്. ഫോർഗിവ്നെസ് മോഡ്. ഈ മോഡാണ് ലൈഫിൽ ഉപയോഗിക്കേണ്ടത്. അഥവാ വിഷമം തോന്നിയാൽ എന്ത് ചെയ്യണം? അഫർമേഷൻ ഉപയോഗിക്കണം. ഞാനൊരു അഫർമേഷൻ പറയാം. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഐ സ്റ്റിൽ ലവ് യു. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഐ സ്റ്റിൽ ലവ് യു. ഈ 3 സെന്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഈ പെയിൻ കളയാൻ വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫാമിലിയുടെ ഭാഗത്ത് നിന്നൊക്കെ നമ്മൾ ഹേർട്ട് ചെയ്യുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, പാനിക് ആക്കുന്ന ഏതെങ്കിലും സമീപനം ഉണ്ടായാൽ വേദനിച്ചിരിക്കാൻ പാടില്ല. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താം. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്താം. അതൊരു നന്മയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതിങ്ങനെ വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, തിരുത്താം. അതേസമയം തിന്മയില്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അഫർമേഷൻ ഉപയോഗിക്കണം. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഐ സ്റ്റിൽ ലവ് യു. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം. ഇത് പറയുന്ന ആളെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, അതെന്റെ പ്രശ്നം അല്ല. ഇത് അയാളോട് പറയണോ? വേണ്ട. നാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാം, ഐ സ്റ്റിൽ ലവ് യു. മൈൻഡിനോടല്ല, മൈൻഡിനെ യൂസ് ചെയ്യാം. അതായത് അതിന്റെ അഫർമേഷന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സബ് കോൺഷ്യസ് മൈൻഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ, മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, വാചകങ്ങൾ ആവർത്തിച്ച് പറയുന്ന മെത്തേഡാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അഫർമേഷൻ, പ്രൂവ്ഡായ അഫർമേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് ഒരു പ്രൂവ്ഡായ ഒരു അഫർമേഷനാണ്. ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം, ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം, ഐ സ്റ്റിൽ ലവ് യു. ഐ സ്റ്റിൽ ലവ് യു എന്തിനാ? നമ്മൾ ഒരാളെ ആക്ഷേപിച്ചാൽ നമ്മൾ അയാൾക്കെതിരെ സങ്കടപ്പെടുന്നത്, അയാളോട് ദേഷ്യം പിടിക്കുന്നത് നമ്മളെ മനസ്സുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സല്ലേ ചീത്തയാകാൻ പോകുന്നത്? ദേഷ്യപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ ഒന്നിലധികം നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടാകും. നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടായാൽ തൈറോയിഡ് ഗ്രന്ഥി കേടാകും, ഹൈപ്പോതലാമസ് കേടാകും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേടാകും. അങ്ങനെ കേടായാൽ പിന്നെ ലിവർ കേടാകും. ലിവർ കേടായാൽ ശരീരം മൊത്തം കേടാകും. നമ്മൾ നമ്മളെ ശരീരം കേടാക്കണോ? വേണ്ട. അതുകൊണ്ട് ഐ സ്റ്റിൽ ലവ് യു. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു ടീച്ചർ വന്നു. ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഒരു വലിയ രോഗം പറഞ്ഞു. ഈ രോഗം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫാമിലിയിൽ ആരോടെങ്കിലും പ്രയാസമുണ്ടോ? ഉണ്ട്. ആരോടാ? ഹസ്ബൻഡിനോട്.
നോക്കുമ്പോൾ ആള് ഡൈവോഴ്സ്ഡ് അല്ല, നിയമപരമായി ഡൈവോഴ്സ്ഡ് അല്ലെങ്കിലും അവര് സെപ്പറേറ്റഡ് ആണ്, പിരിഞ്ഞു കഴിയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അങ്ങനെ കുറെ ക്രൂരതകൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ അഫർമേഷൻ പറയാവോ എന്ന് ചോദിച്ചു. അയാളിങ്ങനെ അർദ്ധസമ്മതം മൂളി. ഒരാഴ്ച കഴിഞ്ഞു, വീണ്ടും അവർ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആ അഫർമേഷൻ പറഞ്ഞോ? എന്നോട് പറഞ്ഞു ഐ സ്റ്റിൽ ലവ് യു പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ബാക്കി പറയാ, ആദ്യത്തെ രണ്ടും പറയാം, മൂന്നാമത്തെ ഐ സ്റ്റിൽ ലവ് യു പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്ക്, ഐ സ്റ്റിൽ ലവ് യു പറഞ്ഞാൽ എന്താ സംഭവിക്കുക? യു ക്യാൻ ഫ്രീ, നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റും. അവിടെ മറ്റൊരാൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ പേടി. നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റൊരാൾക്ക് കിട്ടരുത്. അവിടെ മറ്റൊരാൾക്ക് കിട്ടുക എന്നുള്ളത് നമ്മളെ മാറ്റർ അല്ല, നാം ഫ്രീ ആകുക എന്നുള്ളത് നമ്മുടെ മാറ്ററാണ്. ഇതാണ് ഫോർഗീവ്നെസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ. ഇത് നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് നമ്മുടെ ലൈഫ് നമുക്ക് ഫ്രീ ആകാം. ഈ നമ്മുടെ ലൈഫ് ഫ്രീ ആയാൽ തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴും ഫ്രീ ആണ്. ക്യാൻസർ വരുന്നത് എങ്ങനെയാ? നമ്മുടെ സെല്ലുകൾ ഡെഡ് സെല്ലായി കിടക്കുമ്പോഴാണല്ലോ ക്യാൻസർ വരുന്നത്, അല്ലേ? ഈ എപ്പോഴാണ് സെല്ലുകൾ ഇങ്ങനെ പഴയത് നശിച്ച് പുതിയത് ക്രിയേറ്റഡ് ആകാതെ പോകുന്നത്? എപ്പോഴാ? നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഈ ഇൻപുട്ട് പോയി കൃത്യമായി ഓരോ ഗ്ലാൻഡിലും ആവശ്യമായ ഹോർമോണുകളും എൻസൈമുകളും കൃത്യമായി എത്താതിരിക്കുമ്പോഴാണ്. എൻ്റെ സർക്കുലേഷൻ, സെൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ വായു സർക്കുലേഷൻ, ഇതെല്ലാം കൃത്യമാകാതിരിക്കുമ്പോഴാണ് സെല്ലുകൾ ഡെഡായി പോകുന്നത്. അങ്ങനെ കിടന്നാലാണ് മുഴയാകുന്നത്, ബ്രെയിനിലാകുമ്പോൾ ട്യൂമർ എന്ന് പറയും, ഓരോ ഭാഗത്താകുമ്പോഴും അങ്ങനെ പറയുന്നത്. ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ നല്ലൊരു ശതമാനം മൈൻഡ് റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാവുന്ന ക്യാൻസർ പേഷ്യന്റിനെ എടുത്ത് പഠിച്ചു നോക്ക്. ഭൂരിഭാഗം ക്യാൻസർ പേഷ്യന്റിനെയും ശ്രദ്ധിച്ചു നോക്കാൻ നിങ്ങൾക്കറിയാം, വളരെ പാനിക്കായ ബാഡ് മെമ്മറീസ്, പാനിക്കായ ബാഡ് എക്സ്പീരിയൻസ് അവർ ലൈഫിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെയാണ് സ്വയമാണ് തകർക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫോർഗിവ്നെസ് മോഡായിരിക്കണം ഒരു പ്രൊഫഷണലിൻ്റെത്. ആരോടും പ്രയാസം ഉണ്ടാകരുത്. പ്രയാസം ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ സ്വയം നശിക്കുക എന്നല്ലാതെ വേറെ ആർക്കും നഷ്ടമുണ്ടോ? നമ്മളാണ് നശിക്കുന്നത്. നമ്മൾ നശിക്കാതിരിക്കാൻ നാം സേഫ് ആകുക. ഫോർഗിവ്നെസ് മോഡ്, ഗ്രാറ്റിറ്റ്യൂഡ് മോഡാണ് മറ്റൊന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് മോഡ് എന്ന് പറഞ്ഞാൽ എവ്രി ടൈം എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്, മല്ലം യഷ്കുരിന്നാസ ലം യഷ്കുരില്ലാഹ. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടാകണം. എൻ്റെ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ ധന്യരമായി നിങ്ങൾ ഇരുന്നില്ലേ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചല്ലോ, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. അതേസമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഏകദേശം ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ ഇത്ര ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് അവതരിപ്പിക്കാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴേക്ക് അതിന് ചെലവഴിച്ച അതിൻ്റെ തുകകളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ എബോവ് 1 crore ഉണ്ടാകും, 1 കോടിയുടെ മേലെ ഉണ്ടാകും. ഇത്രയെല്ലാം ചെലവാക്കിയിട്ട് ഞാൻ പറയല്ലേ എന്ന മൈൻഡല്ല, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡാണ് വേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കാൻ എൻ്റെ സദസ്സ് സന്നദ്ധമാകുന്നുണ്ടല്ലോ. ഒരു ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ ടീച്ചർ എന്ന പൊസിഷൻ നിലനിൽക്കുന്നത്. അതിൻ്റെ പേരിൽ വിധേയത്വം ആവശ്യമില്ല, അതിൻ്റെ പേരിൽ എവിടെയെങ്കിലും വിധേയപ്പെടേണ്ട ആവശ്യമില്ല. പകരം ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അതായത് ആ കുട്ടികൾ ചെയ്യുന്ന എല്ലാ തെറ്റും അംഗീകരിക്കലാണോ? ഇല്ല. മറിച്ച് നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ അർത്ഥം നമ്മൾ അവരോട് വിധേയപ്പെടുന്നു എന്നല്ല, അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നല്ല, മറിച്ച് അവരോടൊക്കെ നമുക്ക് നന്ദിയുണ്ട്. നന്ദി എന്ന് പറഞ്ഞാൽ എല്ലാം അനുസരിക്കുക എന്നല്ല. അപ്പൊ നമുക്ക് ഈ സ്ഥാപനത്തോട് നന്ദിയുണ്ട്. അതിന്റെ അർത്ഥം സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്തൊരു സാധനം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമെന്നാണോ? അല്ല. സ്ഥാപനത്തോട് നമുക്ക് സന്തോഷമുണ്ട്. ഈ സ്ഥാപനം നടത്തുന്ന അതോറിറ്റിയോട് നമുക്ക് സന്തോഷമുണ്ട്. അതൊരു ധന്യതയാണ്, നമ്മുടെ ജീവിതത്തിലെ വാല്യൂ ആണ്, അത് നമ്മുടെ ക്വാളിറ്റിയാണ്. ഒരു പ്രൊഫഷണൽ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മോഡാണ്
നമ്മുടെ ഒരു വിശേഷണമാണ്, സ്പെഷ്യാലിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് മോഡ്, ഫോർഗിവ്നെസ് മോഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, കുട്ടികളോട് ഫോർഗിവ്നെസ്, പാരൻസിനോട് ഫോർഗിവ്നെസ്, ഹസ്ബൻഡിനോട് ഫോർഗിവ്നെസ്, എല്ലാവരോടും ഫോർഗിവ്നെസ് ഉള്ളൊരു മോഡ്. ഫോർ മീ, ഫോർ അസ്, അതാണ് നാം നമുക്ക് വേണ്ടി. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മളെ ടീച്ചിങ് ലൈഫിൽ പലപ്പോഴും ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരുണ്ടാകും, പ്രത്യേകിച്ച് ഫാമിലി ഇതൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒന്നാണ്, ഞാൻ മാനേജറായി ദീർഘകാലം വർക്ക് ചെയ്തതാണ്, ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ടീച്ചേഴ്സിൽ പലപ്പോഴും ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ടുകളും ടീച്ചേഴ്സ് അനുഭവിക്കുന്ന ലൈഫ് എക്സ്പീരിയൻസും ധാരാളം എനിക്കറിയാം. ഒരുപാട് എന്താ പറയേണ്ടത്, ഭാരങ്ങൾ, ലൈഫിൻ്റെ ഭയങ്കര ഒബ്സ്ട്രാക്കിൾസ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരങ്ങൾ പലതും ഇങ്ങനെ സഹിച്ചു പോകുന്നവരുണ്ടാവും. അങ്ങനെ സഹിക്കുമ്പോൾ രോഗങ്ങൾ വരും, രോഗം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ലൈഫ് ഫ്രീ ആയിരിക്കണം. അതിന് നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ അപ്പോൾ തന്നെ ലൈഫ് ഉഷാറാണ്. എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഓക്കെ.